നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ് സേവിങ്സ്, ബഡ്ജറ്റിംഗ്, അല്ലെങ്കിൽ സ്മാർട്ട് സ്പെൻഡിങ്. നമ്മളെന്നും ഇതിനെപ്പറ്റി ആലോചിക്കും, ആരെങ്കിലുമൊക്കെ സംസാരിക്കും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയും ഇതിനെപ്പറ്റി. പക്ഷേ ഇത് ഇന്ന് മാത്രം തുടങ്ങിയ കാര്യമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ ഹിന്ദു ഫിലോസഫിയിലുള്ള, ഹിന്ദു മതത്തിലുള്ള വേദങ്ങളും സ്മൃതീസും അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞ ബുക്സിലൊക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് പറയുന്ന മോഡേൺ എക്സ്പേർട്സിനെക്കാളൊക്കെ കുറേ കാലം മുന്നേ പറഞ്ഞ് നമുക്ക് എഴുതി ഒരു ഗൈഡായിട്ട് തന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ നല്ല ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇതിനെപ്പറ്റി കുറേ റീസേർച്ചൊക്കെ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞാനിവിടെ വന്ന് ഷെയർ ചെയ്യും. ഹിന്ദു മതത്തിൽ നമ്മൾ 4 പില്ലേഴ്സാണുള്ളത്. ഒരാളുടെ ലൈഫിൽ 4 മെയിൻ ഫൗണ്ടേഷൻ, 4 പില്ലേഴ്സാണുള്ളത്. ആദ്യത്തെ കാര്യമാണ് ധർമ്മം, രണ്ടാമത്തെ കാര്യമാണ് അർത്ഥം, മൂന്നാമത്തെ കാര്യമാണ് കാമം, നാലാമത്തെ കാര്യമാണ് മോക്ഷം. അപ്പം എല്ലാവരുടെയും ലൈഫിൽ വരാനുള്ള മെയിൻ കാര്യങ്ങളാണ്. അപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാം നല്ല രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുക എന്നാണ്. അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെൽത്ത്, നമ്മുടെ കാശ്. കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലവ്, അഫെക്ഷൻ, റിലേഷൻഷിപ്പ് ഒക്കെ. പിന്നെ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്പിരിച്വൽ അവേക്കനിങ്, മോക്ഷം കിട്ടുന്ന ഒരു സ്റ്റേജാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസപ്രകാരം നമുക്ക് വെൽത്ത്, അതായത് അർത്ഥം ഉണ്ടാക്കുന്നത് അതെപ്പോഴും ധർമ്മം ഫോളോ ചെയ്തിട്ടായിരിക്കണം. അതായത് നല്ല രീതി കറക്റ്റായിട്ടുള്ള വഴി കൂടെ ആയിരിക്കണം. നമ്മൾ ഒരാളെ പറ്റിച്ചിട്ടോ, ഒരാളെ ചീറ്റ് ചെയ്തിട്ടോ, ഇല്ലെങ്കിൽ ഒരു ഗ്യാമ്പിൾ ചെയ്തിട്ടോ, ലോട്ടറി എടുത്തിട്ടോ ഒന്നും ആയിരിക്കരുത്. അങ്ങനെ കിട്ടുന്ന കാശാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് നിൽക്കില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാശ് അത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത കാര്യമായിരിക്കണം. ഒരാളുടെ ലൈഫിൽ കാശ്, അതായത് വെൽത്ത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയി മാറാൻ പാടില്ല. അതായത് നമ്മൾ ബാക്കി എല്ലാത്തിനും മുകളിൽ നമ്മുടെ കാശ്, ഒരാളുടെ സ്റ്റാറ്റസ് മാത്രം വയ്ക്കാൻ പാടില്ല. അർത്ഥശാസ്ത്രയിൽ ചാണക്യ പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസസിൽ ഭയങ്കര യൂസ്ഫുൾ, നമുക്ക് എല്ലാവർക്കും ഇന്നോട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യത്തെ കാര്യം, അന്ന് തന്നെ ചാണക്യ അറൗണ്ട് 2300 years ago ചാണക്യ പറഞ്ഞതായിരുന്നു, നമുക്ക് കിട്ടുന്ന ഇൻകം, അത് സാലറി ആവാം, അത് റെൻ്റ് ആവാം, എന്ത് ഇൻകം കിട്ടിയാലും അതിൻ്റെ 25% നമ്മൾ സേവ് ചെയ്യണം. അതായിരുന്നു അന്ന് പറഞ്ഞ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യമായിരുന്നു, നമ്മുടെ ഇൻകം, നമുക്ക് കിട്ടുന്ന കാശ് നമ്മൾ എപ്പോഴും പല പല കാര്യങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് ഡൈവേഴ്സിഫൈ എന്ന് പറയും ഇപ്പോഴത്തെ ഒരു ഈ മണി വെൽത്ത് ഗുരൂസൊക്കെ. അന്ന് ചാണക്യ പറഞ്ഞതായിരുന്നു, നമുക്ക് ഒരു വെൽത്ത് ഉണ്ടെങ്കിൽ, കുറച്ച് കാശുണ്ടെങ്കിൽ അത് കുറച്ച് കാശായിട്ട് വെക്കുക, കുറച്ച് ഗോൾഡ് വാങ്ങിക്കുക, കുറച്ച് സ്ഥലം വാങ്ങിക്കുക, കുറച്ച് യൂസ് ചെയ്ത് നമ്മൾ പശുക്കളെ, ആ സമയത്തൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നല്ലോ, അത് വാങ്ങിക്കുക, പിന്നെ കുറച്ച് ചാരിറ്റി ചെയ്യുക. അപ്പം അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ആ കാലത്തെ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പോലെയാവും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന കാശ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പം ഒരു പാർട്ട് ഓഫ് ഇൻകം നമ്മുടെ ഫുള്ളായിട്ട് തീരാണ്ടിരിക്കാൻ വേണ്ടിയാണ്
എപ്പോഴും ഇപ്പം നമ്മൾ അപ്പോൾ ഒന്നും ഈ സ്റ്റോക്സും ഷെയർസും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം അങ്ങനത്തെ കാര്യങ്ങളായി ആയത്. അപ്പം അന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു ചാണക്യ പറഞ്ഞ മൂന്നാമത്തെ കാര്യമായിരുന്നു അൺനെസസറി ആയിട്ട് ലക്ഷറി അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ചാണക്യ പറയുന്നുണ്ട്, ഒരാള് സിമ്പിൾ ലൈഫാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും ഒരു സേവ് ഫസ്റ്റ് സ്പെൻഡ് ലേറ്റർ, ഇല്ലെങ്കിൽ സേവ് ഫസ്റ്റ് ദെൻ സ്പെൻഡ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി വേണം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം തിരിച്ചാണ്. സ്പെൻഡ് ഫസ്റ്റ് സേവ് ലേറ്റർ. നമ്മൾ സാലറി ഹിറ്റായ ഉടനെ ചിലവാക്കും. അതുമാത്രമല്ല, ഇനി നെക്സ്റ്റ് സാലറി വരുമ്പം സേവ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നെക്സ്റ്റ് സാലറി വരുമ്പം എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം എപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണെങ്കിലും അതിനൊരു ചെറിയ പേഴ്സൺ നമ്മൾ സേവ് ചെയ്യണം. ഹിന്ദു ഫിലോസഫിയിൽ മറ്റൊരു കാര്യമായിരുന്നു, നമ്മുടെ ലൈഫ് ഒരു 4 സ്റ്റേജസിലാണ്. ആദ്യത്തെ ബ്രഹ്മചര്യ, പിന്നെ ഗൃഹസ്ഥ, പിന്നെ മൂന്നാമത്തെ വാനപ്രസ്ഥ, നാലാമത്തെയാണ് സന്യാസം. ഗൃഹസ്ഥ അതായത് രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അത് ഒരു ഫാമിലി ആവുമ്പം നമുക്ക് നമ്മുടെ ജോലി വെച്ച് ആ ഒരു കാലത്ത്, അപ്പം ആ സമയത്ത് ആണുങ്ങളാണ് ജോലിക്ക് പോകണമെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലി നോക്കണം, അവരുടെ പാർട്ട്നേഴ്സിനെ നോക്കണം, പിള്ളേരെ നോക്കണം, പിള്ളേരുടെ എഡ്യൂക്കേഷൻ, ഫുഡ്, ചിലപ്പോൾ ആ സമയത്ത് എഡ്യൂക്കേഷൻ അത്രേ ആയിരിക്കില്ല, പക്ഷേ ഫുഡ്, പിന്നെ ഗസ്റ്റിനെ നോക്കണം. പിന്നെ അപ്പം ചാരിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് അമ്പലങ്ങളിൽ അങ്ങനത്തെ ഡൊണേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു ഹൗസ് ഹോൾഡ് ലൈഫ്, ആ ഒരു ഹൗസ് ഹോൾഡ് സ്റ്റേജിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് ആയിരുന്നു ചാണക്യ പറഞ്ഞത്. അപ്പം ശരിക്കും നമ്മുടെ ഇൻകം വരുമ്പം 3 സെക്ഷനിൽ ഡിവൈഡ് ചെയ്യണം. അതിൽ 1/3 ഇൻകം നമ്മുടെ ഫണ്ടമെന്റൽസ്, അതായത് നമ്മുടെ ഡേ ടു ഡേ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ പോർഷൻ ആയിരുന്നു നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ട് ഫ്യൂച്ചറിലേക്ക്. മൂന്നാമത്തെ കാര്യമായിരുന്നു ചാരിറ്റി. അപ്പം ഈ ചാരിറ്റി ഇപ്പം നമുക്കൊക്കെ ഒരു ഓപ്ഷനായിട്ടാണ് വരുന്നത്. പക്ഷെ ആ ഒരു കാലത്ത്, ആ ഒരു സമയത്ത് ചാരിറ്റി ഒരു ഓപ്ഷൻ ആയിരുന്നില്ല, അതൊരു മാൻഡേറ്ററി കാര്യമായിരുന്നു. ആരും ചെയ്യണം എന്ന് ഇമ്പോസ് ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാവർക്കും അത് തോന്നിയിട്ട് ചെയ്യുന്ന കാര്യമായിരുന്നു. ഇപ്പൊക്കെ ശരിക്ക് വെൽത്ത് ഗുരൂസും എക്സ്പേർട്സൊക്കെ പറയുന്നത് ഒരു 50-30-20 റൂളാണ്. അപ്പം 50% നമ്മുടെ സാലറിയിൽ നിന്ന് 50% നമ്മൾ ഫണ്ടമെൻ്റൽ നമ്മുടെ ചിലവിന് യൂസ് ചെയ്യുക, പിന്നെ 30% നമ്മൾ സേവ് ചെയ്യുക, പിന്നെ 20% ഡൊണേഷനും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി ചെയ്യുക. പക്ഷെ അന്നത്തെ കാലത്ത് ചാണക്യ പറഞ്ഞ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം അന്ന് ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ സേവ് ചെയ്യാറുണ്ട്, ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു സിമ്പിൾ ലൈഫ് ജീവിച്ചിട്ട്. പിന്നെ നമ്മളാരും അറിയാത്തൊരു കാര്യമാണ് ഈ മിനിമലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഇപ്പം ഭയങ്കര പോപ്പുലറായിട്ട് വരുന്ന കാര്യമാണ്. അത് ഏൻഷ്യൻ ടൈംസ്, ആ ഒരു കാലത്ത്, പഴയ കാലത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിൽ കുറേ രാജാക്കന്മാർ ഫോളോ ചെയ്തൊരു പ്രിൻസിപ്പിളായിരുന്നു. അതിനെ അപരിഗ്രഹ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എല്ലാം ഉണ്ടായിട്ടും രാജാക്കന്മാർ സിമ്പിളായിട്ടാണ് ജീവിക്കുന്നത്. ഒരുപാട് ലക്ഷറി ഉണ്ടായിട്ടും അതൊന്നും യൂസ് ചെയ്യാണ്ടാണ്, സ്പെൻഡ് ചെയ്യാണ്ടാണ് ജീവിക്കേണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ആ ഒരു സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ നമുക്കൊരുപാട് ലൈഫ് ലെസൺസ് ഉണ്ട്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ വെൽത്ത്, നമ്മൾക്ക് വരുന്ന ഇൻകം
നമുക്ക് വരുന്ന കാശ് അത് നമ്മളൊരു ടൂളായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് വരുന്ന കാശ് നമ്മുടെ മാസ്റ്ററായി മാറരുത്. പക്ഷേ നമുക്ക് വരുന്ന കാശ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം വേണം. പ്ലസ് നമ്മൾ എപ്പോഴും സേവിങ്, അതൊരു നമ്മുടെ സാലറി വന്ന ഉടനെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം സേവിങ്സ്. പിന്നെ നമ്മൾ ചിലവാക്കുമ്പം വാങ്ങിക്കുന്ന കാര്യം ഇപ്പം ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി വരുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു ഡ്രസ്സ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പം ആ പരിപാടി വരുമ്പം ആ സമയം നമുക്ക് ആലോചിക്കാം അല്ലേ? അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ കാശ് എവിടേക്കാണ് ചിലവാകുന്നതെന്ന്, നമുക്ക് എങ്ങനെ അത് പിടിച്ചു നിർത്താൻ പറ്റുമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.